ഇതേ ഒരു 2-3 ദിവസം മുന്നത്തെ വീഡിയോ കേട്ടോ. പെട്ടെന്ന് എൻ്റെ ഫോൺ കേട് വന്നിട്ട് ശരിയാക്കാൻ വേണ്ടി കൊടുത്തേക്കായിരുന്നു. ആ മഴ കുറച്ച് അടുപ്പിച്ച് നിന്ന് നമുക്ക് സ്കൂളിൽ നിന്ന് തൃശ്ശൂർ പാലക്കാടൊക്കെ ഞങ്ങൾക്ക് ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്തെ വീഡിയോ കേട്ടോ. തലേദിവസം രാത്രിയാകുമ്പോൾ ഞങ്ങൾ കിടന്നു. അപ്പോൾ ഇങ്ങനെ ഒരു നല്ല മരം ഇങ്ങനെ നിരങ്ങി വീണ പോലത്തെ സൗണ്ട് കേട്ടു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതിൻ്റെ മണ്ടയ്ക്ക് വീണൊക്കെ ഏതോ മരം പ്ലാവ് എന്ന് തന്നെ വിചാരിച്ചു. പക്ഷേ ഈ പ്ലാവല്ല, വേറൊരു പ്ലാവാണ് ഞങ്ങൾ വിചാരിച്ച്. രാത്രി വന്ന് ടോർച്ചൊക്കെ അടിച്ച് നോക്കിയപ്പോഴൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. നേരം വെളിച്ചാകുമ്പോഴല്ലേ കണ്ടത്. മുകളിൽ നിന്ന് വലിയൊരു കൊമ്പ്. നിങ്ങൾക്ക് എത്രത്തോളം അതിൽ മനസ്സിലാവുമെന്ന് അറിയില്ല. അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ നിരങ്ങി താഴത്തേക്ക് ഇങ്ങനെ വന്ന് വീണു. ഭാഗ്യത്തിന് അവിടെ അത് ഇരുന്നു. അത് താഴത്തേക്ക് ചാടിയില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നേരെ ഒരു 8 മണിയൊക്കെ ഉണ്ടായിരുന്നു. വേഗം ഒന്ന് ചപ്പാത്തി ഉണ്ടാക്കി. ചപ്പാത്തിക്ക് ഉരുളൻകിഴങ്ങ് കറി ഉണ്ടായിരുന്നു. വിറക് പൊട്ടി വീണതിൻ്റെ ഇത് ആലോചിച്ചിരുന്നിട്ടോ തോന്നുന്നുണ്ട്. ഞാൻ കടുക് ഇട്ടത് കുറച്ച് കൂടിപ്പോയി, ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് ഉരുളക്കിഴങ്ങ് കറിക്ക് പകരം കടുക് കറി തോന്നിയാലും ദിശയില്ല. അങ്ങനെ പിന്നെ അതങ്ങനെ തള്ളി നീങ്ങിപ്പോയി. കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഞാനിന്ന് ചേമ്പും തണ്ടും ചക്കരക്കിഴങ്ങും കേട്ടോ കൂട്ടാണ്ടാക്കിയത്. പിന്നെ തേങ്ങ കൊണ്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കി. പിന്നെ അച്ചാറും ഉണ്ടായിരുന്നു. അച്ചാറിനൊരു കഥ ഉണ്ട് കേട്ടോ. അതെൻ്റെ ഫ്രണ്ടിക്ക് തന്ന കേട്ടോ. അവളുടെ ഉമ്മ ഇട്ടതാ പറഞ്ഞിട്ട് തന്നിട്ടുള്ള അച്ചാറാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ചാലിശ്ശേരി ആശുപത്രിയിലൊന്ന് പോകണമായിരുന്നു കേട്ടോ. അപ്പോൾ ആശുപത്രി പോയി. ആദ്യമായിട്ടാട്ടോ ആശുപത്രിയിൽ ഇങ്ങനെ തിരക്കില്ലാണ്ട് ഞാൻ കാണുന്നത്. അല്ലെങ്കിൽ മരുന്ന് വാങ്ങാൻ നിൽക്കണോടത്തും ടിക്കറ്റ് എടുക്കാൻ നിൽക്കണോടത്തൊക്കെ നല്ല ക്യൂ ആവും. ഇങ്ങനെ തിരക്കില്ലാണ്ട് കാണുന്നത് ഞാൻ ആദ്യമായിട്ടായിരുന്നു ആശുപത്രിയിൽ. എന്തായാലും ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു.